ഹായ് മക്കളെ, നമ്മളിന്ന് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ +1 നന്നായിട്ട് പഠിച്ചിരുന്നതാണ്. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് റിലേഷൻ എന്നും എന്താണ് ഫംഗ്ഷൻ എന്നും എല്ലാം പഠിച്ചതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ +2 ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയാലോ, +1 പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു റിലേഷൻ, എന്തായിരുന്നു ഫംഗ്ഷൻ എന്നൊക്കെ നോക്കാം. ആദ്യം നമുക്ക് റിലേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മൾ +1 പഠിച്ച റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരുന്നു എന്നാണ് പഠിച്ചിരുന്നത്. നമ്മൾ റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ 2 രീതിയിൽ നമുക്ക് റിലേഷനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ്. എന്തൊക്കെയാണ് ആ ഫോം നമുക്കറിയാം. ഒന്ന് റോസ്റ്റർ ഫോം എന്നറിയാം, അല്ലെ? റോസ്റ്റർ ഫോം എന്നറിയാം. രണ്ടാമത്തേതോ സെറ്റ് ബിൽഡർ ഫോം ആണെന്നറിയാം. 2 ഫോമിനെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഒന്നാമത്തെ ഫോം എന്താ? റോസ്റ്റർ ഫോം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം നമ്മൾ ഈ റിലേഷൻ ഇങ്ങനെ എഴുതിയിട്ട് ഓർഡേഡ് പെയേഴ്സ് ആയിട്ട് 1 2 2 3 എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ 3 4 എന്നിങ്ങനെ ഓർഡേഡ് പെയേഴ്സ് ആയിട്ടാണ് ആ റിലേഷന്റെ എലമെന്റ്സ് വരിക എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം എന്നും. സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിൽ നമ്മൾ റിലേഷൻ ഇസിക്കൽ ടു 2 വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ XY such that X ഇസിക്കൽ ടു Y + 1 X, Y belongs to set natural number എന്നിങ്ങനെ രീതിയിലൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയും. അപ്പോൾ 2 രീതിയിൽ പഠിക്കണം. സെറ്റ് ബിൽഡർ ഫോമും പഠിക്കണം, റോസ്റ്റർ ഫോമും പഠിക്കണം. കാരണം ഈ ഫോമുകളിൽ തന്നെയായിരിക്കുള്ളൂ നിങ്ങൾക്ക് ചോദ്യങ്ങളും ഇവിടെ തരുന്നത്. അപ്പോൾ റിലേഷൻ എന്താണ് ധാരണയായോ? നമുക്ക് റിലേഷൻ +1 ഏകദേശം ധാരണയായി. റിലേഷൻ ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്താണ്, റോസ്റ്റർ ഫോം എന്താണെന്നും. നമ്മൾ +2 പഠിക്കാൻ പോവുക ഈ റിലേഷൻസിന്റെ വ്യത്യസ്തങ്ങളായ ടൈപ്പുകളെ ആയിരിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് 3 ടൈപ്പുകളെ പറ്റിയാണ്. ഓരോ ടൈപ്പുകളുടെ പേരും ഡെഫിനീഷനും ജസ്റ്റ് ഒന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. അതെന്തെല്ലാമാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും കേട്ടോ. ആദ്യം നമുക്ക് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നുള്ളൊരു രീതിയാണ്. എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുക ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, അതുപോലെ തന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണോ, മൂന്നാമത്തത് ട്രാൻസിറ്റീവ് ആണോ, ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുക എപ്പോഴും. റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു റിലേഷൻ ഇതുവരെ ചെക്ക് ചെയ്യാൻ തരുമ്പോൾ നിർബന്ധമായിട്ടും ഒരു സെറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ടാകും. ആ റിലേഷൻ ഏത് സെറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ ആണെന്നുള്ള കാര്യങ്ങൾ. അപ്പം ഒരുപക്ഷെ അത് നാച്ചുറൽ നമ്പർ ആകാം, ഇൻഡിജേഴ്സ് ആകാം, റിയൽ നമ്പർ ആകാം. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സെറ്റ് എ 1 2 3 4 5 എലമെന്റ്സ് വരുന്ന സെറ്റ് എ ആകാം. അപ്പൊ നമുക്ക് ഓരോ റിലേഷൻ ടൈപ്സിനെ പറ്റി നോക്കാം. ആദ്യം റിഫ്ലെക്സീവ്. ഡെഫിനിഷൻ പറയുന്നു, ഇഫ് എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു ആർ. അതായത് ഇവിടെ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ എക്സാമ്പിൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലാണ്, സെറ്റ് എയിലാണ്. നോക്കിയേ, എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇവയെ നമ്മൾ റിഫ്ലെക്സീവ് ആണെന്ന് പറയുകയുള്ളൂ. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ഓരോ എലമെന്റും നിർബന്ധമാണ്. അതുകൊണ്ട് എവരി എ ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ സെറ്റ് എയിൽ 100 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 99 എലമെന്റും ഈ പറയുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബട്ട് ഒരു എലമെന്റ് അതിനോട് തന്നെ എന്താണോ റിലേഷൻ പറയുന്ന ആ ഒരു ഇന്നിക്വാളിറ്റിയോ ഇക്വേഷനോ വാട്ടെവർ എന്ത് വേണമെങ്കിലും ആവാം, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഈ റിലേഷൻ എന്തല്ല എന്ന് പറയേണ്ടി വരും? റിഫ്ലെക്സീവ് അല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ഇതാണ് റിഫ്ലെക്സീവ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവണമെന്നില്ല. ബട്ട് നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോഴായിരിക്കുള്ളൂ അതിൻ്റെ മെത്തേഡ് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, രണ്ടാമത് സിമെട്രിക് എന്ന് പറയുന്നത്. സിമെട്രിക്കിന് മീനിങ് എന്താ? ഏകദേശം അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഇരിക്കുക എന്നുള്ളത്. യെസ്. അപ്പോൾ 2 എലമെന്റുകൾ നമ്മൾ റിഫ്ലെക്സീവ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു എലമെന്റിനെ പറ്റി മാത്രം എടുത്തിട്ട് കോമൺലി ഡിഫൈൻ ചെയ്തു, അല്ലേ? എ ടു എ എന്ന് പറയുന്നത് എയിൽ നിന്നും എയിലേക്ക് എന്ന രീതിയിൽ പറഞ്ഞു. സിമെട്രിക് പറയുമ്പോൾ നമ്മൾ 2 എലമെന്റുകൾ എടുക്കുന്നു. നമ്മൾ എടുക്കുന്ന എലമെന്റുകൾ ആയിരിക്കാം A1 ഉണ്ട്, A2 ഉണ്ട്. അതായത് A1 നിന്നും A2 ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും A2 നിന്നും A1 ഇതേ റിലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സിമെട്രിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ അർത്ഥം, ടൈപ്പിന്റെ അർത്ഥം. പിടുത്തം കിട്ടിയോ? അതായത് A1 നിന്നും A2 സാറ്റിസ്ഫൈ ചെയ്യുന്ന അതേ റിലേഷൻ
തിരിച്ചും ആ A2 എന്ന് പറയുന്ന എലമെന്റ് A1നോടും സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിലേ നമുക്ക് എന്തായാലും മാറുകയുള്ളൂ, സിമെട്രിക് ആവുകയുള്ളൂ. നമ്മൾ പറയാറുണ്ട് ഒരു പാലം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് സിമെട്രിക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ടും വരണം. ശരിയല്ലേ? ഇപ്പോഴാണ് എന്തായുള്ളൂ, സിമെട്രിക് ആയതുള്ളൂ. ഇതാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയുന്ന ടൈപ്പിനെ പറ്റി പറയുന്നത്. മൂന്നാമത്തെ പേരാണ് ട്രാൻസിറ്റീവ്. നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആവുന്ന ഒരു ഭാഗം ട്രാൻസിറ്റീവിനെ പറ്റി പറയുമ്പോഴാണ്. ട്രാൻസിറ്റീവ് നോക്കൂ, 3 എലമെന്റ്സ് വേണം ട്രാൻസിറ്റീവിന്റെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാനായിട്ട്. നമ്മൾ 3 എലമെന്റുകൾ എടുത്തു, A1 എടുത്തു, A2 എടുത്തു, A3 എടുത്തു. ശ്രദ്ധിച്ചോളണം കേട്ടോ, ഞാൻ ഒന്ന് എഴുതി വേറെ രീതിയിൽ കാണിക്കാൻ പോവുകയാണ്. A1 നിന്നും A2 ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ A2 നിന്നും A3 ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? അപ്പോൾ 2 കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന് A1 നിന്നും A2 A2 നിന്നും A3 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും A1 നിന്നും A3 ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി അർത്ഥമാക്കുന്നത്. ട്രാൻസിറ്റീവ്, ട്രാൻസ്ഫർ ചെയ്യുക, അല്ലേ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം A1 നിന്നും A2 ഉണ്ട്, A2 നിന്നും A3 ഉണ്ട്. ദെൻ എന്തായിരിക്കും വേണ്ടത്? A1 നിന്നും A3 ഈ പറയുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ വരുന്നവരെയാണെന്ന് പറയുക ട്രാൻസിറ്റീവ് പറയുക. നിങ്ങൾക്ക് ട്രാൻസിറ്റീവ് കുറച്ചും കൂടി വ്യക്തമാവുക നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പറയുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് 3 ടൈപ്പുകളെ പറ്റി, റിഫ്ലക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, ട്രാൻസിറ്റീവ് എന്താണ്, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്കിനി കൂടുതൽ വ്യക്തമാവുന്നത് ഞാൻ അടുത്തൊരു മേഖലയിൽ കിടക്കുമ്പോഴാണ്. ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ 3 റിലേഷൻസും 3 ടൈപ്പുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ പറയുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുക. എന്ത് പേര് പറയുക? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാൻ പോവുക. റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഈ 3 യെസ് ഓർ നോ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നും ഞാനൊരു പ്രത്യേക രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് റിഫ്ലക്സീവ്. ഓക്കെ, റിഫ്ലക്സീവ് പറയാൻ പോവുകയാണ്. റിഫ്ലക്സീവ് നമുക്ക് ഒന്നുകിൽ യെസ് എന്ന് വരും, അതല്ലെങ്കിൽ നമുക്ക് നോ എന്ന് വരും, അല്ലെങ്കിൽ നമുക്ക് നോ എന്ന് വരും. ഇപ്പം നോ എന്ന് ഞാൻ എഴുതി, യെസ് എന്നും പറഞ്ഞ് എഴുതി. ഓക്കെ ആണല്ലോ? അപ്പോൾ റിഫ്ലക്സീവ് യെസ് എന്നും പറഞ്ഞു വരാം, നോ എന്നും പറഞ്ഞു വരാം. ഇനി ശ്രദ്ധിക്കുക, യെസ് എന്ന് പറയാനായിട്ട് നമുക്ക് ആകെ ഒരു പ്രോപ്പർട്ടി മാത്രമേ നമുക്കിവിടെ എടുത്തു പറയേണ്ടിയുള്ളൂ. എന്താണെന്നറിയാമോ? എല്ലാ എലമെന്റ്സും ഈ പറയുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് ഓൾ എലമെന്റ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ റിലേഷൻ എന്താവുകയുള്ളൂ, റിഫ്ലക്സീവ് ആവുകയുള്ളൂ. ഓക്കെയാണ് പറഞ്ഞ കാര്യം? ഓൾ എലമെന്റ്സ്, ഇപ്പൊ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 10 എലമെന്റ്സും, 100 എലമെന്റ്സ് ഉണ്ടെങ്കിലോ 100 എലമെന്റ്സും, നാച്ചുറൽ നമ്പർ ആണെങ്കിലോ എല്ലാ നാച്ചുറൽ നമ്പറും, ഇൻറ്റീജർ ആണെങ്കിലോ എല്ലാ ഇൻറ്റീജേഴ്സും, റിയൽ നമ്പർ ആണെങ്കിലോ എല്ലാ റിയൽ നമ്പേഴ്സും ഈ പറയുന്ന പ്രോപ്പർട്ടി മീൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നോ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് നമുക്ക് എക്സാമ്പിൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതി കാണിച്ചാൽ മതി. ഇപ്പോഴത്തും കിട്ടിയോ? യെസ് എന്ന് പറയാനായിട്ട് നമുക്ക് എല്ലാ എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. നോ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരെണ്ണമെങ്കിലും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നെടുത്ത് പറയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത് നോ ആണെന്ന് പറയാം. അപ്പോൾ റിഫ്ലക്സീവ് യെസ് എന്ന് പറയാനായിട്ട് നമുക്ക് എത്ര കണ്ടീഷൻ പറഞ്ഞു? ഒരെണ്ണം പറഞ്ഞു. അടുത്തത് നോക്കാം, സിമെട്രിക്കിനെ പറ്റി നോക്കാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ, സിമെട്രിക്കിനെ പറ്റി നോക്കാം. സിമെട്രിക് റിലേഷൻ എന്തായിരിക്കും? സിമെട്രിക് റിലേഷൻ ഇതും നമുക്ക് യെസ് എന്നും പ്രൂവ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ നോ എന്നും പ്രൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തും കണ്ടിയോ? യെസ് എന്നും പ്രൂവ് ചെയ്യേണ്ടി വരും, നോ എന്നും പ്രൂവ് ചെയ്യേണ്ടി വരും. യെസ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. 2 രീതികളിൽ വരികയാണെങ്കിലാണ് നമ്മൾ യെസ് എന്ന് പറയുക. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ബിലോങ്സ് ടു ആർ എന്ന മീനിങ് എന്താ? അത് എലമെന്റ് ആണ്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തിരിച്ച്, അതായത് ബിയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സിമെട്രിക് ആണെന്ന് പറയാം. ഓക്കെ ആണ് പറഞ്ഞ കാര്യം? എയിൽ നിന്നും ബിയിലേക്ക്, ഇപ്പോൾ 1 നിന്ന് 2 ഉണ്ടെങ്കിൽ 2 നിന്ന് 1 ഒരു റിലേഷൻ ഉണ്ടാവണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 ബിലോങ്സ് ടു ആർ പറയുകയാണെങ്കിൽ തിരിച്ച് 2 1 ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു എലമെന്റ് കൂടി ഉണ്ടെങ്കിലേ അത് സിമെട്രിക് ആവുകയുള്ളൂ. ഇനി സിമെട്രിക് ആകുവാനുള്ള രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എലമെന്റ്സ് ഹാവ്
റിലേഷൻ വിത്ത് എനി അതർ എലമെന്റ്സ്. അതായത് ഒരു എലമെന്റിന് വേറൊരു എലമെന്റുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. എക്ക് ബിയുമായിട്ടോ എക്ക് സിയുമായിട്ടോ അങ്ങനെ യാതൊരുവിധ വേറൊരു എലമെന്റുമായിട്ട് റിലേഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ പറയാറില്ലേ, എന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ എന്നുള്ളത്, അത് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. കണ്ടോ, അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ എടുക്കാൻ പറ്റില്ലെങ്കിൽ കൂടി നമ്മൾ അതിനെ യെസ് എന്ന് വേണം പറയുവാൻ. യെസ് മീൻസ് എന്താ, സിമെട്രിക് ആണെന്ന് പറയേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റിലേഷൻ ഞാനിങ്ങനെ എക്സാമ്പിൾ എഴുതി തന്നു, 1 1 2 2 3 3 ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരു റിലേഷൻ ഓർഡേഡ് പെയറിൽ എഴുതി, റോസ്റ്റർ ഫോമിൽ എഴുതി. നോക്കിയേടാ, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് 1 2 എന്നോ 1 3 എന്നോ 2 3 എന്നോ അവിടെ റിലേഷൻ പറയുന്നുണ്ടോ? പറയുന്നില്ല. അങ്ങനെ സ്റ്റാർട്ടിങ് എലമെന്റ്, അതായത് എ ബി അല്ലെങ്കിൽ 1 2 അങ്ങനെ പറയുന്ന വേറൊരു എലമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, വേറൊരു എലമെന്റുമായിട്ട് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അത് സിമെട്രിക് ആണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. ഓക്കെ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ ആണല്ലോ? യെസ്, അതാണ് നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഇനി നോ എന്ന് പറയാനായിട്ട്, നോ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് എഴുതിയ പ്രോപ്പർട്ടിയുടെ കോൺട്രഡിക്ഷൻ ആണ്. അതായത് എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്, പിടുത്തം കിട്ടിയോ? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്, ബട്ട് ആരില്ല, തിരിച്ചുള്ള റിലേഷൻ അവിടെ ഇല്ല. നോട്ട് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് സിമെട്രിക് അല്ല എന്ന് പറയാം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരെണ്ണം കിട്ടിയാൽ മതി, ഒരു എക്സാമ്പിൾ കിട്ടിയാൽ മതി. ഒരു എക്സാമ്പിൾ എഴുതിക്കൊണ്ട് നമുക്കത് നോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെയാണ് പറഞ്ഞ കാര്യം? അപ്പോൾ യെസ് എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് നമ്മൾ നോക്കുന്നു. രണ്ടിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ, രണ്ടും വേണമെന്നില്ല, രണ്ടിലേതെങ്കിലും ഒന്ന് മതി. നോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ടോ ഒരൊറ്റ കണ്ടീഷൻ. ഏതാണത്? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്, തിരിച്ചെന്തില്ല, ബി നെയിലേക്ക് ഒരു റിലേഷൻ പറയുന്നില്ല. അപ്പോൾ നമുക്കിത് ആ എക്സാമ്പിൾ എഴുതിക്കൊണ്ട് നമുക്കതിനെ നോ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇനിയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റീവ് വരുന്നത്. ട്രാൻസിറ്റീവ് ശ്രദ്ധിക്കുക, നമുക്ക് ഞാൻ വീണ്ടും പറയുന്നു, കൺഫ്യൂഷൻ ആകുവാനായിട്ടുള്ള മേഖല ഏറ്റവും കൂടുതൽ വരിക ട്രാൻസിറ്റീവിലാണ്. അപ്പോൾ ഈ ട്രാൻസിറ്റീവും നമുക്ക് ഒന്നുകിൽ യെസ് എന്ന് പറഞ്ഞു കിട്ടും, അതല്ലെങ്കിലോ നോ എന്ന് പറഞ്ഞു കിട്ടും. ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ യെസ് ആണോ നോ ആണോ എന്ന് ചെക്ക് ചെയ്യാനേ പറയുള്ളൂ. നോക്കാം. അപ്പം റിഫ്ലെക്സീവ് ഒരു കണ്ടീഷനേ ഉള്ളൂ യെസ് എന്ന് പറയാനായിട്ട്. സിമെട്രിക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് യെസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ട്രാൻസിറ്റീവിലോ 3 കണ്ടീഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഏറ്റവും ആദ്യം ഡെഫിനിഷൻ പഠിക്കുന്നത് തന്നെ, എയിൽ നിന്ന് ബിയിലേക്കും ഒരു റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിയിൽ നിന്നും വേറൊരു എലമെന്റ് ആയിട്ടുള്ള സിയിലേക്കും റിലേഷൻ ഉണ്ട്. കണ്ടോ, 2 കണ്ടീഷൻസ് അവിടെ ഉണ്ടോ എന്ന് ഇനീഷ്യലി നമ്മൾ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്ന 2 കണ്ടീഷൻസും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആരോ മാർക്ക് കാണിച്ച പോലെ എയിൽ നിന്ന് സിയിലേക്ക്, അതായത് എയിൽ നിന്ന് സിയിലേക്ക് ഒരു റിലേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ ആണോ? ഒന്നാമത്തത് ഡെഫിനീഷൻ പഠിക്കുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്. രണ്ടാമത് പറയുന്ന കാര്യം നോക്കട്ടെ, നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കും വേണം, ബിയിൽ നിന്ന് സിയിലേക്കും വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു റിലേഷൻ കിട്ടി, ബട്ട് ബി എന്ന് പറയുന്ന എലമെന്റ് ആദ്യം വരുന്ന ഓർഡേഡ് പെയറുകൾ വേറെ ഒന്നും നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല, ആ റിലേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബി സി എന്ന് പറയുന്ന ആ ഒരു ഓർഡേഡ് പെയറിനെ നമുക്ക് റിലേഷനിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആദ്യം പറയേണ്ടിയിരുന്ന 2 കാര്യങ്ങൾ കണ്ടോ, ആ 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വന്നു അല്ലേ? അങ്ങനെ വരികയാണെങ്കിലും നമ്മൾ ഈ റിലേഷനെ ട്രാൻസിറ്റീവ് എന്ന് പറയേണ്ടി വരും. ഓക്കെയാണ് പറഞ്ഞ കാര്യം? മൂന്നാമത്തെ കേസ് കൂടിയുണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, എയിൽ നിന്ന് ബിയിലേക്ക് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതും കൂടി കിട്ടിയില്ലെങ്കിൽ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള റിലേഷനും നമുക്കവിടെ ഇല്ലെങ്കിൽ, നമുക്ക് പറഞ്ഞെന്താ, അതായത് ഒരു എലമെൻറ്റ് വേറൊരു എലമെൻറ്റുമായിട്ട് യാതൊരുവിധ റിലേഷൻസും കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ട്രാൻസിറ്റീവ് എന്ന് അംഗീകരിക്കേണ്ടി വരും. പിടുത്തം കിട്ടിയോ? 3 കേസസ് പിടുത്തം കിട്ടിയോ? ഇങ്ങനെ 3 കേസുകളാണ് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. 3 കേസുകൾ ഒന്നുകൂടി പറയുന്നു. ആദ്യത്തെ 2 കേസുകൾ എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് ഉണ്ടെങ്കിൽ, എയിൽ നിന്ന് സിയിലേക്ക് വരുന്ന കേസാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത്
ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. എന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്, ബിന്ന് വേറൊരു എലമെൻറ്റിലേക്ക് റിലേഷൻ കീപ്പ് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഒരു എലമെൻറ്റ് വേറൊരു എലമെൻറ്റുമായിട്ടും യാതൊരുവിധ റിലേഷനും ഇല്ലെങ്കിൽ നമുക്കതിനെന്ത് പറയാം? അതും ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ നോ എന്ന് പറയാൻ വേണ്ടി പഠിച്ചാലോ? നോ എന്ന് പറയാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ ഒന്നാമത്തെ ആ ഒരു കണ്ടീഷനില്ലേ, അതിൻ്റെ കോൺട്രഡിക്ഷനാണ്. അതായത് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് മെത്തേഡ്. അതായത് നമുക്ക് പറയാം എന്ന് ബിയിലേക്കും ബിന്ന് സിയിലേക്കും റിലേഷൻ കീപ്പ് ചെയ്യുന്നു, ബട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? എയിൽ നിന്നും സിയിലേക്കുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കവിടെ ട്രാൻസിറ്റീവ് നോ എന്ന് പറയാനായിട്ട് സാധിക്കൂ. അതിനുള്ള എക്സാമ്പിൾ ഒരെണ്ണം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ധാരണയായോ? അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? റിലേഷൻ 3 ടൈപ്പ്: റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ഒരു എലമെൻറ്റ് അതിനോട് തന്നെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, എല്ലാ എലമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത് എന്താ? സിമെട്രിക് ഒരു എലമെൻറ്റ് വേറെ എലമെൻറ്റുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ചും ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ യെസ് എന്ന് പ്രൂവ് ചെയ്യാൻ 2 കണ്ടീഷൻസും, നോ എന്ന് പ്രൂവ് ചെയ്യാൻ ഒന്നാമത്തെ കണ്ടീഷൻ്റെ കോൺട്രഡിക്ഷൻ, അതായത് ബിയിൽ നിന്ന് എയിലേക്കുള്ളത് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമുക്കവിടെ നോ എന്ന് പറയാം. നോ എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് മതി എന്ന് പറഞ്ഞേ? എക്സാമ്പിൾ മതി എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? മൂന്നാമത്തത് ദ കൺഫ്യൂസിങ് ആയിട്ടുള്ള ട്രാൻസിറ്റീവ് ആണ്. ഇങ്ങനെ പഠിച്ചോളുക. യെസ് എന്ന് പ്രൂവ് ചെയ്യാൻ 3 കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എ ബി ബി സി ബിലോങ്സ് ടു ആർ ആണ്. ദെൻ നിർബന്ധമായിട്ടും ആര് വരണം? എ സി വരണം. എ സി ഉണ്ടെങ്കിൽ, എ സി മീൻസ് എയിൽ നിന്നും സിയിലേക്കുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ട്രാൻസിറ്റീവ് എന്ന് പറയാം. അതിനെ ഗണ്ണിക്കുന്ന എയിൽ നിന്നും സിയിലേക്കുള്ള റിലേഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയുന്നത്. ഇനിയുള്ള കണ്ടീഷൻസ് അറിയാലോ. എയിൽ നിന്നും ബിയിലേക്കുണ്ട്, പക്ഷേ ആരില്ല? ബിന്ന് സിയിലേക്കുള്ള റിലേഷൻ അവിടെ കിട്ടുന്നില്ലെങ്കിൽ അതിനെയും നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു എലമെൻറ്റ് വേറെ എലമെൻറ്റുമായിട്ടുള്ള യാതൊരുവിധ റിലേഷൻസും ഇല്ല, അത് ആരും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എന്ത് പറയണം? അതിനെയും നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയണം. നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കിക്കോ എല്ലാവരും. എ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1, 2, 3 എക്സെട്ര എവിടെ വരിക? 14 വരെയാണ്. ഡിഫൈൻഡ് ആസ് എക്സ് വൈ സച്ച് ദാറ്റ് 3x - y = 0. ചെക്ക് ദ റിലേഷൻ ഇസ് ഈക്വലൻസ് ഓർ നോട്ട്. ചെക്ക് ചെയ്താലോ നമുക്ക്? ഈക്വലൻസ് മീനിങ് എന്താണ്? 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. ആയിരിക്കാം? റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം, തരുന്ന സെറ്റ് അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ, എന്ത് സെറ്റ് ആണെങ്കിൽ? ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. റിലേഷനെ എങ്ങനെ എഴുതുക? റോസ്റ്റർ ഫോമിൽ എഴുതുക. നമുക്ക് എഴുതി നോക്കിയാലോ റിലേഷൻ റോസ്റ്റർ ഫോമിൽ? ശരി, അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പോകുന്നു. റോസ്റ്റർ ഫോമിൽ എഴുതാൻ പോകുന്നു. എടുക്കുന്നു റിലേഷൻ. എന്താ റിലേഷൻ? 3x - y = 0 അല്ലേ? 3x - y = 0. നമുക്ക് ഇതിനെ 3x = y എന്നും പറയാം, അതായത് y = 3x ആണെന്നും പറയാം. തിരിച്ചിട്ടാൽ പോരെ നമുക്ക്. y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 3x = y എന്ന് വരും. ആദ്യം y എന്ന് പറയും. ഇനി നമ്മൾ ഓരോ വാല്യൂ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സെറ്റ് എയിലെ വാല്യൂ ആണ്. ഒരു പറഞ്ഞോ, എ റിലേഷൻ ഇൻ ദ സെറ്റ് എ. അപ്പോൾ സെറ്റ് എ ആണ് നമുക്ക് ഇവിടെ എടുക്കുന്ന സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ y എത്ര കിട്ടും? 3 × 1 3 കിട്ടും. 3 എയിൽ എലമെൻ്റ് ആണ്. അപ്പോൾ ഒരു പെയർ കിട്ടി, 1 3 എന്ന് പറഞ്ഞ പെയർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y = 2 × 3 6 കിട്ടും. ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 6 ആണ്. 6 എയിൽ എലമെൻ്റ് ആണോ? എയിൽ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പാണ്. അപ്പം എക്സും വൈയും നിർബന്ധമായിട്ടും എയിൽ എലമെൻ്റ് ആവണം കേട്ടോ. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി എക്സിന് 3 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ y = 3 × 3 എത്ര കിട്ടുക? 9 കിട്ടും. ദാറ്റ് മീൻസ് 3 9 എന്നുള്ളതൊരു പെയർ 9. അത് നമുക്ക് എവിടെയാ? റിലേഷനിൽ സെറ്റ് എയിൽ വരുന്നതാണ്. ഇനി എക്സിന് 4 കൊടുത്തു വിചാരിക്കാം. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ y = നമുക്ക് 3 × 4 12 ആണ്. 12 എയിലുണ്ടോ? ഉണ്ട്. 14 വരെ ഉണ്ട്. ധൈര്യമായിട്ട് അപ്പോൾ പറയാം 4 12 എന്ന് പറയണതും അത് നമുക്ക് എവിടെയാ? റിലേഷൻ വരുന്നുണ്ട്. ഇനി എക്സിന് നമ്മൾ 5 കൊടുത്തു വിചാരിക്കാം. നമുക്ക് 14 വരെ കൊടുക്കാം അല്ലേ? കൊടുക്കാം. അപ്പോൾ y എത്ര കിട്ടും? y 15 ആകും. 15 സെറ്റ് എയിലുണ്ടോ? ഇല്ല, 14 വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതും ദിസ് ഇസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ. അപ്പോൾ റിലേഷൻ നമുക്ക് നോക്കൂ ആരൊക്കെയേ ഉള്ളൂ എന്നറിയാമോ? 1 3 വരും, 2 6 വരും, 3 9 വരും,
4 12 വരും. ഇത്രയും മാത്രമേ നമുക്കവിടെ വരികയുള്ളൂ. ഓക്കെ ആണോ? റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം റിഫ്ലെക്സീവ് പറഞ്ഞു. നോക്കിയടാ, എല്ലാവരും നോക്കിയേ. റിഫ്ലെക്സീവ്. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റോസ്റ്റർ ഫോം എടുത്തു കഴിഞ്ഞു. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കുന്നു. റിഫ്ലെക്സീവ് നോക്കിയേ, ശ്രദ്ധിച്ചേ. നോ എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ കിട്ടിയാൽ മതി. യെസ് എന്ന് പ്രൂവ് ചെയ്യാൻ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഡെഫിനീഷൻ എഴുതണം. ഏത് ഡെഫിനീഷനാ? നമ്മൾ ഏറ്റവും ആദ്യം റിലേഷന് 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചില്ലേ? ആ റിലേഷൻ എഴുതണം. നോക്കൂ, സെറ്റ് എ 1 2 3 എവിടെ മുതൽ എവിടെ വരെയാണ്? 14 വരെയാണ്. അപ്പം നമ്മൾ റിഫ്ലെക്സീവ് പറയുമ്പോൾ 1 1 അതൊരു റിലേഷൻ ആവണം, 2 2 റിലേഷൻ ആവണം, 3 3 റിലേഷൻ ആവണം, 4 4 റിലേഷൻ ആവണം. എവിടെ വരെ? 14 14 വരെ വരണം. നോക്കൂ, അത്രയും പെയേഴ്സ് നമുക്ക് റിലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? 14 വരെ വരണം. അത് മിസ്സാക്കാൻ പാടില്ല. കാണുന്നുണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം നമ്മൾ നോ എന്ന് മനസ്സിലായില്ലേ? നോ എന്ന് പറയാൻ എന്ത് മതി? എക്സാമ്പിൾ മതി. എല്ലാ എക്സാമ്പിൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 1 2 മാത്രം എഴുതി നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എഴുതും 1 1 2 2 not belongs to R. It is not reflexive. പിടുത്തം കിട്ടിയോ? ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടോ നോ എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് മതി? നോ എന്ന് പ്രൂവ് ചെയ്യാൻ എക്സാമ്പിൾ മതി. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. എന്താണത്? സിമെട്രിക് നോക്കണം. 1 3 എലമെന്റ് ഉണ്ടല്ലോ. അപ്പോൾ ആര് വരണം? ഒന്നാമത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആര് വരണം? 3 1 വരണം. 3 1 ഉണ്ടോ? ഇല്ല. മതി, ക്ലോസ് ചെയ്യാം. നോ, കിട്ടിയില്ല അല്ലേ? ശരി. അപ്പോൾ നമ്മൾ എഴുതുന്നു സിമെട്രിക്കിൻ്റെ കേസ് എഴുതാൻ പോവുകയാണേ. സിമെട്രിക്കിൻ്റെ കേസ് ആകുമ്പോൾ നമ്മൾ പറയുന്നു 1 3 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് ആരില്ല? തിരിച്ചു വരുന്ന 3 1 നോട്ട് ബിലോങ്സ് ടു റിലേഷൻ. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. എക്സാമ്പിൾ ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ. നോ എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി. ഇനിയാണ് നമ്മുടെ ദ മോസ്റ്റ് ചലഞ്ചിങ് ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് നോക്കാം നമുക്ക്. ട്രാൻസിറ്റീവ് ശ്രദ്ധിച്ചോ. 3 ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് പിടിക്കാം നമുക്ക്. 3 ആദ്യം വരുന്ന ഏതെങ്കിലും ഓർഡേഡ് പെയർ ഇനിയുണ്ടോ? നോക്കിയേ, ആരുണ്ട്? 3 9 ഉണ്ട്. അപ്പോൾ 2 കണ്ടീഷൻസ് കിട്ടി. ആരൊക്കെയാണത്? 1 3 3 9 ബിലോങ്സ് ടു ആർ ആണ് അല്ലേ? 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും വരേണ്ടത് ആരായിരുന്നു? 1 9 ആണ്. 1 9 ഉണ്ടോ? ഇല്ല. അപ്പം നോ എന്ന് പറയാനായിട്ട് ആദ്യത്തെ 2 ഓർഡർ പെയർ കിട്ടിയ ശേഷം മൂന്നാമത്തവനെ കിട്ടിയില്ലെങ്കിൽ അതാരല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ 1 9 ഇല്ലാത്തത് കൊണ്ട് അപ്പം നമ്മൾ എഴുതും 1 9 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയും. ഓക്കെയാണ് പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് നിർഭാഗ്യവശ ഇത് യെസ് എന്ന് വന്നില്ല, എല്ലാം എന്ത് വന്നേയുള്ളൂ? നോന്നേ വന്നുള്ളൂ. അപ്പോൾ റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കുമല്ല, ട്രാൻസിറ്റീവുമല്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, നമുക്ക് തരുന്ന സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റാണ്, ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ? റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ഇസെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരുന്നു. നോക്കാം. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താ? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. എക്സിൻ്റെയും വൈയുടെയും ഡിഫറൻസ് ഒരു ഇൻറ്റീജറാണ്. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇൻറ്റീജേഴ്സ് എല്ലാം എഴുതി നോക്കാൻ പറ്റുമോ? ഇൻറ്റീജേഴ്സ് എവിടെ മുതൽ എവിടെയുണ്ട്? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുണ്ട്. അത്രയും എലമെൻറ്റുകൾ നമുക്ക് എഴുതി നോക്കാൻ പറ്റുമോ? ഉണ്ടോ എന്ന് ഇല്ല. അവിടെയാണ് നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക. റിലേഷൻ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ആദ്യമേ തന്നെ ഞാൻ റിഫ്ലെക്സീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ട് ലോജിക്കലി നമ്മൾ പറയാൻ പോവുകയാണ് റിഫ്ലെക്സീവിന്. ശ്രദ്ധിച്ചോളാം കേട്ടോ. അതായത് എന്താ റിഫ്ലെക്സീവ് പറയുന്നത്? ഒരു എലമെന്റ് അതിനോട് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എലമെന്റ് അതിനോട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എക്സ് കോമ എക്സ് എന്ന് പറയുന്നത് റിലേഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എക്സ് അതിനോട് തന്നെ എന്താണ് ഈ പറയുന്ന റിലേഷൻ? എക്സ് മൈനസ് വൈ
ഈസ് ആൻ ഇൻറ്റീജർ. ഒന്ന് എഴുതി നോക്കിയേ. അപ്പോൾ എക്സ് മൈനസ് വൈക്ക് പകരം അതേ എലമെൻറ്റ് തന്നെ എക്സ് മൈനസ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? എക്സ് മൈനസ് എക്സ് എന്ത് കിട്ടും? 0 കിട്ടും. ശരിയല്ലേ? ഞാനത് എഴുതാൻ വേണ്ടിയാണ് ഗ്യാപ്പ് ഇട്ടിരുന്നത് കേട്ടോ. എക്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഈ എക്സ് എന്നുള്ളത് റിയൽ നമ്പറല്ല, നമുക്കിവിടെ ഇൻഡിജേഴ്സ് അല്ലേ? ഓക്കെ, ഇൻഡിജേഴ്സിലെ ഏത് എലമെന്റ് കൊടുത്താലും -3, -3, -4, -4, -100, -100, 1000 അങ്ങനെ ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനോട് തന്നെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും കിട്ടുന്ന ആൻസർ 0 തന്നെയാണ്. ശരിയാണോ? ശരിയാണ്. അതൊരു ഇൻറ്റീജർ ആണോ? ഉറപ്പായിട്ടും ഷുവർ അല്ലേ, ഇൻറ്റീജർ ആണ്. അപ്പോൾ നമുക്കിത് യെസ് എന്ന് പറയാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമ്മൾ യെസ് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെഫിനീഷൻ എഴുതുക. ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ അതായത് എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇൻറ്റീജേഴ്സ്. കണ്ടോ, ഇൻറ്റീജേഴ്സിൻ്റെ സിമ്പിൾ ഇസഡ് എന്നുള്ളതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായാലും മാറി, റിഫ്ലെക്സീവായിട്ട് മാറി. ഇനി നമുക്ക് സിമെട്രിക്കിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. സിമെട്രിക് നമുക്കിത് എഴുതി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ, എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ, ഓക്കെ, തിരിച്ച് പറയാൻ പറ്റുമോ നോക്കാം നമുക്ക്. അതായത് വൈ മൈനസ് എക്സിനെ നമുക്കൊരു ഇൻറ്റീജർ എന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിക്കേ. 2 - 3 -1 കിട്ടും. 3 - 2 അത് 1 കിട്ടും. ഇൻറ്റീജർ ആണോ? ഇൻറ്റീജർ ആണെന്നേ ഉള്ളൂ, സെയിം ആവണമെന്നില്ല. ഇൻറ്റീജർ ആണോ അല്ലേ എന്ന് അല്ലേ? ഉറപ്പായിട്ടും കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം, വൈ മൈനസ് എക്സ് ഈസ് ഓൾസോ ആൻ ഇൻറ്റീജർ. കണ്ടോ, അതായത് എക്സ് വൈ ബിലോങ്സ് ടു ആർ implies yx belongs to R. Therefore, it is symmetric. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ സംഭവമാണ്. അതിൻ്റെ ഡെഫിനിഷൻ നമ്മളത് ഈ റിലേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞു. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ ആണെങ്കിൽ വൈ മൈനസ് എക്സും ഇൻറ്റീജേഴ്സ് തന്നെ ആയിരിക്കും. ഇപ്പോഴത്തെ കിട്ടിയോ? ഓക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ വല്ല തിയറിറ്റിക്കലി ഇത് പ്രൂവ് ചെയ്തോ? ഇല്ല, ലോജിക്കൽ റീസണിങ്ങേ ഉള്ളൂ. നമ്മൾ ചെറിയ കൺസെപ്റ്റ് ഉപയോഗിച്ച് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും പറയാവുന്ന കാര്യമാണ് ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കുമോ ഇല്ലയോ എന്ന്. ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 എലമെൻറ്റ് വേണം. ആയിരിക്കണത് എക്സ് വൈ എടുത്ത സ്ഥിതിക്ക് ഇസെറ്റും കൂടി എടുത്തേക്കാം അല്ലേ? ഇസെറ്റ് സ്മോൾ ലെറ്റർ ഇടണം കേട്ടോ. അവിടെ നമുക്ക് എന്തുണ്ട്? ഓൾറെഡി ഇൻറ്റീജേഴ്സിൻ്റെ ഇസെറ്റ് ഉണ്ട്. വെറുതെ നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ മാത്രം മതി. അതായത് എക്സ് മൈനസ് വൈയും വൈ മൈനസ് ഇസഡും അതൊരു ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ആർ ഇൻറ്റീജേഴ്സ്, അതല്ലേ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻസ് പറയണത്. എക്സ് മൈനസ് വൈയും വൈ മൈനസ് ഇസഡും ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് ഇസഡിനെ അതിനെയും ഇൻറ്റീജറാന്ന് പറഞ്ഞൂടെ? ഈസ് ഓൾസോ ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞാലും ശരിയാണോ? ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ ഇൻറ്റീജേഴ്സിലെ ഇസഡ് എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സ് സെറ്റിലെ ഏത് 3 എലമെന്റ് എടുത്തോ, എവിടെ നിന്ന് വേണേലും പറക്കി എടുത്തോ, എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. ഇൻറ്റീജേഴ്സ് ആണ്. ആ ഇൻറ്റീജേഴ്സിന്റെ ഡിഫറൻസ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റീജർ. സെയിം ആവണമെന്നൊന്നും പറയുന്നില്ല. എന്താവണമെന്നേ പറയുന്നുള്ളൂ? ഇൻറ്റീജർ ആവണമെന്നേ പറയുന്നുള്ളൂ. സാറ്റിസ്ഫൈ ചെയ്യില്ലേ? ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നമ്മൾ എഴുതുന്നു, അതായത് എക്സ് വൈ കോമ വൈ ഇസഡ് ബിലോങ്സ് ടു റിലേഷൻ. അത് റിലേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ആരായിരിക്കണം? എക്സ് ഇസഡ് അല്ലേ? ഒന്നുകൂടി എഴുതിക്കോളാം. എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ. ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അങ്ങനെ ഈ 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻസിനെ പറയുന്ന പേരാണ് ഈക്വാലൻസ് റിലേഷൻ. സോ ഇറ്റ് ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ. അതും കൂടി എഴുതണം കേട്ടോ. ഇറ്റ് ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. രണ്ടിൻ്റെയും പ്രത്യേകത മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അത്യാവശ്യം ധാരണയായിട്ടൊന്ന് വിശ്വസിക്കുന്നു റിലേഷനെ പറ്റിയായിട്ട്. ഓക്കെ അല്ലേ?
ഫങ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 4 ടേംസ് നമ്മൾ +1 പഠിച്ചേക്കുന്നതാണ്. അതൊന്ന് ഫെമിലിയർ ആവണം. അത് ഫെമിലിയർ ആകണമെങ്കിൽ ഒരു ആരോ ഡയഗ്രം നമുക്ക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ആ ആരോ ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണെ നോക്കിക്കോളൂ കേട്ടോ. AB ആരോ ഡയഗ്രം അറിയില്ലേ? എലിമെന്റ്സുകൾ കണക്ഷനൊക്കെ ആരോ ആരോ വെച്ച് സൂചിപ്പിക്കുന്നതാണ്. ഞാൻ എഴുതാൻ പോവുകയാണെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട് എന്ന് വിചാരിക്കാം. നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ആരോ ഡയഗ്രം സൂചിപ്പിക്കാൻ പോകുന്നു. നോക്കിയിടാം. 1-ൽ നിന്നും 5-ലേക്ക് ഒരു ആരോ വരച്ചു. അതുപോലെ തന്നെ 1-ൽ നിന്നും ഞാൻ 6-ലേക്ക് ഒരു ആരോ വരച്ചു. കണ്ടോ? ജസ്റ്റ് കണ്ടാൽ മതി, ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. 2-ൽ നിന്നും 6-ലേക്ക് ഒരു ആരോ വരച്ചു. 3-ൽ നിന്നും 8-ലേക്ക് ഒരു ആരോ വരച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ പരിചിതമാകാൻ പോകുന്ന 4 വാക്കുകളെ പറ്റി നമ്മളൊന്ന് എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തെ വാക്കിൻ്റെ പേരാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. എന്താണ് വാക്കിൻ്റെ പേര്? ഡൊമെയിൻ. കേട്ടിട്ടുണ്ടാവും, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. റിലേഷൻ പഠിച്ചപ്പോഴാണ് അതൊക്കെ പഠിച്ചത് അല്ലേ? റിലേഷൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ഭാഗമാണ് ഫങ്ഷൻസ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. എന്താണ് ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു റിലേഷൻ എഴുതുമ്പോൾ അതിൽ ഓർഡേഡ് പെയറാക്കി എഴുതുമ്പോൾ ആദ്യത്തെ എലമെൻറ്റുകളുടെ സെറ്റാണ് ഡൊമെയിൻ എന്ന് പറയാൻ. അതായത് ഈ ആരോ ഡയഗ്രം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെല്ലാം എലമെൻറ്റുകളിൽ നിന്നാണോ എയിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ആരോ മാർക്കുകൾ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് അവയെ അതിനൊരു സെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഡൊമെയിൻ. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ 1-ൽ നിന്നും ആരോ മാർക്ക് ഉണ്ട്, 2-ൽ നിന്നുമുണ്ട്, 3-ൽ നിന്നുമുണ്ട്. 4 ഉണ്ടോ? 4 ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കുക. ആരെ? 4-നെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഇതാണ് ഡൊമെയിൻ എന്ന് പറയും. ഇനി അടുത്തൊരു വാക്കാണ് ഇമേജ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിനും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇമേജ് എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആരോ വെച്ച് പറയാൻ പോവുകയാണേ. ഈ ആരോ വെച്ച് പറയുമ്പോൾ നമുക്ക് ഈ സംഭവം റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിനെ വെച്ച് കണക്ട് ചെയ്ത് പറയാം. നോക്കിയാൽ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ 1 in 5-ലേക്ക്, ദാറ്റ് മീൻസ് 1 5 എന്ന് പറയാം. 1 in 6-ലേക്ക് 1 6 എന്ന് പറയാം. 2 in 6-ലേക്ക് നോ ഇഷ്യൂസ് നമ്മൾ എഴുതി. 3 in 8-ലേക്ക് കണ്ടോ? ഇത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മളുടെ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. അത് തന്നെയാണ് നമ്മൾ ആരോ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടും വരച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോടാം. ഇമേജ് എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെൻറ്റുകളുടെ കൂടി വരുന്നവനില്ലേ ഒരു കോമയിട്ടിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് നമ്മൾ പറയും സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയും. എങ്ങനെ പറയും? സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്. അതായത് ഇവിടെ നമ്മൾ ആദ്യത്തെ ഓർഡേഡ് പെയർ എടുക്കുകയാണെങ്കിൽ 1 5 എടുക്കുകയാണെങ്കിൽ 5 ഈസ് ദ ഇമേജ് ഓഫ് 1 എന്ന് പറയും. എന്ത് പറയും? 5 ഈസ് ദ ഇമേജ് ഓഫ് 1. അടുത്ത ഓർഡേഡ് പെയർ എടുക്കുകയാണെങ്കിൽ 6 ഈസ് ദ ഇമേജ് ഓഫ് 1 എന്ന് പറയാം. അടുത്തെടുക്കുകയാണെങ്കിലോ 6 ഈസ് ദ ഇമേജ് ഓഫ് 2 എന്ന് പറയാം. നോ പ്രോബ്ലം, പറഞ്ഞോട്ടോ, പറയാം. 3 8 എടുക്കുകയാണെങ്കിലോ 8 ഈസ് ദ ഇമേജ് ഓഫ് 3 എന്ന് പറയാം. അപ്പോൾ ഇമേജ് എന്ന് പറയണത് നമുക്കതൊരു ഓരോ എലമെൻറ്റിനും ഉണ്ടായിരിക്കും. ഇപ്പോൾ ആരോ മാർക്ക് എങ്ങോട്ടാണോ പോകുന്നത് അത് ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റ് എവിടെ നിന്ന് വരുന്നുവോ അവൻ്റെ ഇമേജാണ്. ആരോ ഡയഗ്രം നോക്കിയും 1 in 5-ലേക്ക് വരച്ചു കഴിഞ്ഞാൽ 5 1-ൻ്റെ ഇമേജാണ്. 1 in 6-ലേക്ക് വരച്ചു കഴിഞ്ഞാൽ 6 1-ൻ്റെ ഇമേജാണ്. അതാണത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ഓരോ എലമെൻറ്റുകൾക്കുമുണ്ട്. ഇനിയുള്ള സംഭവമാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുക. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജുകളുടെ സെറ്റിനെ പറയുന്ന പേരാണ് റേഞ്ച് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇമേജസ്. അത് നമുക്ക് ഓർഡേഡ് പെയർ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റുകൾ എല്ലാം ഇമേജുകളാണ്. ശരിയല്ലേ? സെക്കൻഡ് എലമെൻറ്റുകൾ അതിന് നമ്മളൊരു സെറ്റായിട്ട് എഴുതിയാൽ മാത്രം മതി. ആരൊക്കെ വരും അപ്പോൾ? 5 വരും, 6 വരും, 8 വരും. നോക്കിയേ, ഈ ആരോ ഡയഗ്രം നോക്കിയേ, 7 ഇമേജ് ആണോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് ചെയ്തിട്ടില്ല? ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഓക്കെയാണ് പറഞ്ഞ കാര്യം റേഞ്ചിനെ പറ്റി. ഇനിയുള്ള വാക്കാണ് കോ ഡൊമെയിൻ എന്ന് പറയുന്നത്. എന്ത് പേര് പറയണത്? കോ ഡൊമെയിൻ എന്ന് പേര് പറയണത്. കോ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലേഷനോ ഫംഗ്ഷനോ തരുമ്പോൾ രണ്ടാമത്തെ സെറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ആരോ ഡയഗ്രം വരച്ചിരിക്കുന്നതിൽ ബി എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് ഉണ്ടല്ലോ, ആ സെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് കോഡൊമെയിൻ. കോഡൊമെയിനിൽ ഇമേജുകൾ ഉള്ള എലമെൻ്റ് ഉണ്ടാകാം, ഇമേജ് എല്ലാത്ത എലമെൻറ്റും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ധാരണ ഓക്കെ ആയോ? ഇനിയാണ് നമ്മൾ എങ്ങോട്ട് പോണത്? ഫങ്ഷൻസിലേക്ക് പോണത്. എന്താണ് ഫങ്ഷൻ? നമ്മൾ ഫങ്ഷൻസ് ഒന്ന് ഓർത്തെടുക്കാൻ പോവുകയാണ്. ഫങ്ഷൻസിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ നമ്മൾ ഒരു റിലേഷൻ്റെ ഒരു പ്രത്യേക
കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻസിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ +2 ടോപ്പിക്കിലേക്ക് പോകാം. ഇതൊക്കെ +1 ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ഞാൻ ആരോ ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ആരോ ഡയഗ്രം വെച്ച് ഞാൻ പറയാൻ പോവുകയാണേ. നോക്കടാ, ഒരു 1 2 3 4 ഉണ്ട്, 5 6 7 8 ഉണ്ട്. നോക്കൂ, ഞാനിങ്ങനെ ആരോ ഡയഗ്രം എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് തരുന്നു. ഓക്കെ, ഇത് എ, ഇത് ബി. രണ്ടാമത്തെ ഫിഗറും ഇതേ എലമെൻറ്റ് വെച്ച് എഴുതാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8. ഇതും എ തന്നെയാണ്, ഇതും ബി തന്നെയാണ്. എന്താണ് ഒന്നാമത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിലുള്ള പ്രധാന രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ ഫിഗറിലെ സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഇല്ല, ശരിയല്ലേ? 4 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട് അവിടെ, ഉണ്ടല്ലോ. ആ 4 എന്ന് പറയുന്ന എലമെൻറ്റിന് ഇമേജ് ഉണ്ടോ? 4 അവിടെ വെറുതെ ഇരിക്കുകയാണ് അല്ലേ? ഒന്നാമത്തതിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഒരു കണ്ടീഷനായി. എന്തില്ല? അപ്പോൾ രണ്ടാമത്തിലാണെങ്കിലോ 4 ഇമേജ് ഉണ്ട്, ആരോ മാർക്ക് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ സെറ്റിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ടാവണം. ആൻഡ് ഓൾസോ ഓൺലി 1 ഇമേജ്, ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയേ, ആദ്യത്തിൽ നോക്കിയേ, 1ൽ നിന്നും 2 ആരോ മാർക്ക് ഉണ്ടോ? 6ലേക്കും പോകുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ടും പോകുന്നുണ്ട്, 5ലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? 1ന് 2 ഇമേജ് ഉണ്ട്. ആരൊക്കെയാ? 5 ഉണ്ട്, 6 ഉണ്ട്. ഇവിടെ അങ്ങനെയുണ്ടോ? 1ൽ ഏതാ രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 1ൽ നിന്നും ഒരു ആരോ മാർക്കേ ഉള്ളൂ, 2ൽ നിന്നും ഒരു ആരോ മാർക്കേ ഉള്ളൂ, 3ൽ നിന്നും ഒരു ആരോ മാർക്കേ ഉള്ളൂ, 4ൽ നിന്നും ഒരു ആരോ മാർക്കേ ഉള്ളൂ. ഒരു ആരോ മാർക്ക് മീനിങ് എന്താ? ഒരു ഇമേജിലോട്ടാണ് ആരോ മാർക്ക് പോകുന്നത്, ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ എന്ന് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഫംഗ്ഷൻസ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും ഇമേജുകൾ ഉണ്ടാവുക. എത്ര ഇമേജ് ഉണ്ടാവുക? ഓൺലി 1 ഇമേജ് ഉണ്ടാവുക. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്, ഇമേജ്, ഫങ്ഷൻസ് ഇതെല്ലാം ഒന്ന് അരച്ച് കലക്കിയ ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? +2 ടോപ്പിക്കിലേക്ക് പോകുന്നത്. +2ൽ നമുക്ക് ഫങ്ഷൻസിനെ പറ്റി പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ കാണാൻ ഡൊമെയിൻ ഉണ്ട്, ഇമേജ് ഉണ്ട്, റേഞ്ച് ഉണ്ട്, കോഡൊമെയിൻ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. നേരത്തെ റിലേഷൻസ് പഠിച്ച പോലെ തന്നെ ഇവിടെയും നമുക്ക് റിലേഷൻസ് 3 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് 2 എണ്ണമേ ഉള്ളൂ. അതിൻ്റെ പേരൊന്ന് ഫെമിലിയർ ആകാം. പേര് ഒന്ന് 1 ഫംഗ്ഷൻ, 2 ഓൺ ടു ഫംഗ്ഷൻ. നിങ്ങൾക്കിത് എളുപ്പം മനസ്സിലാവണമെങ്കിൽ എഗെയിൻ ഒരു ആരോ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുള്ളൂ. എന്താ പ്രത്യേകം അറിയാമോ? നോക്കിയോ, ഞാനൊരു ആരോ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളാം കേട്ടോ. 1 2 3 4 5 6 7 8 വരയ്ക്കാൻ പോവുകയാണേ, ശ്രദ്ധിച്ചോളണം. 1ൽ നിന്ന് 5ലേക്ക്, അതുപോലെ തന്നെ 2ൽ നിന്ന് 6ലേക്ക്, 3ൽ നിന്ന് 6ലേക്ക്, 4ൽ നിന്ന് 7ലേക്ക് ഇങ്ങനെ വരച്ചു. ഇങ്ങനൊരു വരച്ചു, ഒരു ആരോ ഡയഗ്രാം വരച്ചു. ഇനി വേറൊരു ആരോ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നു, അതും ശ്രദ്ധിച്ചോളുക. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എന്താണ് ടൈപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതിൻ്റെ പേര് എ ആണ്, രണ്ടാമത്തതിൻ്റെ പേര് ബി ആണ്. ശ്രദ്ധിച്ചോ, ഇതേ എലമെൻറ്റ്സ് തന്നെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. നോക്കണേ, ഞാൻ വരയ്ക്കണം, നോക്കണേ. അപ്പോൾ നമുക്ക് ഇത് വരയ്ക്കാൻ പോവുകയാണ്. വരച്ചു. 2ൽ നിന്ന് 7ലേക്ക് വരച്ചു, 3ൽ നിന്ന് ഇതിലേക്കും വരച്ചു, 4ൽ നിന്ന് 8ലേക്കും വരച്ചു. നോക്കി, വ്യത്യാസം പറയാൻ പോവുകയാണ്. 1 ഓൺ 2 ഇപ്പോൾ തന്നെ പഠിക്കാൻ പോവുകയാണ്. രണ്ടും ഫങ്ഷൻസ് ആണ്. ശരിയാണോ? അതെ, ഫങ്ഷൻസ് ആണ്. എങ്ങനെ മനസ്സിലാക്കി? നേരത്തെ പറഞ്ഞ പോലെ എയിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ടോ? ഇമേജ് ഉണ്ട്. ഒരു ഇമേജ് ആണോ? ഒരു ഇമേജ് ആണ്. അപ്പോൾ ഫങ്ഷൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ 1 ഫംഗ്ഷൻ? എന്താണ് ഓൺ 2 ഫംഗ്ഷൻ? 1 പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഒരു യുണീക്ക് ഇമേജ് ഉണ്ടാവുക. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമായി ഒരു ഇമേജ് ഉണ്ടാവുക. ഇമേജുകൾ ഷെയർ ചെയ്യാൻ പാടില്ല. 2 എലമെൻറ്റുകൾക്ക് സെയിം ഇമേജ് വരുവാനായിട്ട് പാടില്ല. ഒന്നാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ 2നും നോക്കിയിടാം, ഞാൻ വരയ്ക്കാൻ പോവേണേ.
2നും 3ക്കും ഒരു കോമൺ ഇമേജ് വന്നു. ആരാണത്? 6 വന്നു അല്ലേ? വന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? രണ്ടാമത്തേലുണ്ടോ? ഇല്ല. നോക്കിയേ, 1ന് ഇമേജ് 5 ആണ്, 2ന് ഇമേജ് 7 ആണ്, 3ക്ക് ഇമേജ് 6 ആണ്, 4ന് ഇമേജോ 8 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഷെയറിംഗ് ഓഫ് ഇമേജസ് വരുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ കണ്ടോ, ഓൺലി 1 ഇമേജ്. ഇതാണ് 1-1 ഫംഗ്ഷൻ എന്ന് പറയുക. ഓൺലി 1 ഇമേജ്, യുണീക്ക് ഇമേജ് ആയിരിക്കണം. യുണീക്നെസ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ്. യുണീക്നെസ്, ഓരോ എലിമെൻറ്റുകൾക്കും അതിന് മാത്രമായി. അപ്പോൾ അതിന് പ്രത്യേകത എന്നറിയാമോ? നമ്മൾ ഓർഡേഡ് പെയർ എഴുതുമ്പോൾ ഇതിൻ്റെ ഓർഡേഡ് പെയർ എന്ന് എഴുതിക്കോളാം. നമുക്ക് നോക്കി, ഈ ഫംഗ്ഷൻ നമുക്ക് ഓർഡേഡ് പെയർ എഴുതുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ, 1 1 5 എന്ന് പറയാം അല്ലേ? 1 5 പറയും, 2 6 പറയും, 3 6 പറയും, 4 7 പറയും അല്ലേ? ആണ്. ഇവനാണെങ്കിലോ, ഇവന് നമ്മൾ ഓർഡേഡ് പെയർ എഴുതുകയാണെങ്കിൽ 1 5 വരും, 2 7, കഴിഞ്ഞു. ഇത്രയുള്ളൂ പരിപാടി. നോക്കൂ, വ്യത്യാസം കണ്ടോ? ഇമേജ് എവിടെയാണ് വരിക? ഓർഡേഡ് പെയറിൽ രണ്ടാമതാണ് വരുന്നത്. രണ്ടാമത് ഇവിടെ 6, അത് തന്നെ രണ്ടാമതായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇമേജ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് എന്തിനെ മനസ്സിലാക്കാം? 1-1 ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തിന് പ്രത്യേകത എന്താ? ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 6, ഇവിടെ 8 എല്ലാം ഡിഫറൻ്റ് ആണ്. ശരിയല്ലേ? ഇമേജുകളെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്കത് 1-1 ആണെന്ന് ഉറപ്പിക്കാം. ഇനി എന്താണ് ഓൺ ടു? നോക്കാം. ഓൺ ടു ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ നിന്നുകൊണ്ടാണ്. രണ്ടാമത്തെ സെറ്റ് ബിയിൽ നിന്നുകൊണ്ടാണ്. അതായത് രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെൻറ്റുകളും ഇമേജുകൾ മാത്രമായിട്ട് മാറുക. അതായത് കോഡൊമെയിനും റേഞ്ചും സെയിം ആയിട്ട് വരുന്ന കണ്ടീഷനിലാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഇമേജുകളുടെ സെറ്റാണ് റേഞ്ച് എന്ന് പറയുക. ശരിയല്ലേ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച്, അതായത് ഇമേജുകൾ മാത്രമാണെങ്കിൽ നമുക്കതിനെ ഓൺ ടു എന്ന് പറയാം. ഒന്നാമത്തെ കണ്ടീഷനിൽ നോക്കിയേ, നമുക്ക് 5 അതൊരു ഇമേജാണ്, 6 ഒരു ഇമേജാണ്, 7 ഒരു ഇമേജാണ്. പക്ഷേ 8 ഇമേജ് ആണോ? അല്ല. കണ്ടോ, 8 ഒരു ഇമേജ് അല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് പറയാൻ പറ്റില്ല? ഓൺ ടു ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സെക്കൻഡ് കണ്ടീഷൻ നോക്കണം. 5 ഇമേജാണ്, 6 ഇമേജാണ്, 7 ഇമേജാണ്, 8ഉം ഇമേജാണ്. അപ്പോൾ നമുക്ക് എല്ലാ എലമെൻസും സെക്കൻഡിൽ ഇമേജാണെന്ന് കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ 1-1 ഓൺ ടുവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ 1-1ഉം ഓൺ ടുവും ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുക. എന്ത് പറയുക? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. എങ്ങനെ ചെക്ക് ചെയ്യണം? ഒരു ഫംഗ്ഷൻ 1-1ഉം ആവണം, ഓൺ ടുവും ആവണം. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് അവരെന്ത് പറയുള്ളൂ? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുള്ളൂ. നമുക്ക് ഇൻവേഴ്സ് കാണാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് കാണാനായിട്ട്. ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ആ ഫംഗ്ഷൻ ആരാവണം? അതൊരു 1-1 ഓൺ ടു ഫംഗ്ഷൻ ആവണം. അപ്പോൾ നമുക്ക് 1-2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ധാരണയാവും. നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷനും ചെയ്ത് നോക്കുന്ന പ്രാക്ടിക്കൽ സൈഡും വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പം ഇവിടെയും നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, 1-1 ഓൺ ടു പ്രാക്ടിക്കൽ സൈഡ് വേറെയാണ്. 1-1 ആണ് എന്ന് ചെക്ക് ചെയ്യണതും ഓൺ ടു ആണ് എന്ന് ചെക്ക് ചെയ്യണതും വേറെയാണ്. യെസ് ആണെന്ന് ചെയ്യുന്ന രീതിയും നോ ആണെന്ന് ചെയ്യുന്നതും രീതിയും വേറെയാണ്. നോ ആണെന്ന് ചെയ്യാൻ നമ്മൾ റിലേഷനിൽ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഇത് കാണിച്ചാൽ മതി. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. യെസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ, ദാറ്റ് മീൻസ് 1-1 ആണെന്നും ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സ്ട്രാ സ്റ്റെപ്പുകളുണ്ട്. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പം നമുക്ക് ഒന്നാമത്തെ ഒരു പ്രോബ്ലം നോക്കാം. നോക്കൂ, ചെക്ക് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1-1 ഓൺ ടു. ഫംഗ്ഷൻ്റെ പേരെന്താ? ഫംഗ്ഷൻ്റെ പേര് f ഫ്രം n to n given by f of x is equal to x square. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സെറ്റ് അതിനെ പറയുന്ന പേര് എപ്പോഴും ഡൊമെയിൻ എന്നായിരിക്കും. ഇതായിരിക്കും ഡൊമെയിൻ. ഇങ്ങനെ വരുന്ന രണ്ടാമത്തവനെ നമ്മൾ കോ ഡൊമെയിൻ എന്നാണ് പറയുക. അത് റേഞ്ച് അല്ല, ശ്രദ്ധിക്കണം. രണ്ടാമത് പറഞ്ഞപ്പോഴും എന്തായിരിക്കും? കോ ഡൊമെയിൻ ആയിരിക്കും. ആദ്യത്തെ ഡൊമെയിൻ ഉറപ്പാണ്, മാറ്റുണ്ടാവില്ല. രണ്ടാമത്തവനോ അവനൊരു കോ ഡൊമെയിൻ ആയിരിക്കുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ തരുന്ന ഫംഗ്ഷൻ
1 ആണോ ഓൺ 2 ആണോ, അത് ലോജിക്കലി നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അത് യെസ് ആണെന്നും നോ ആണെന്നും പ്രൂവ് ചെയ്യാനായിട്ട്. ഫംഗ്ഷൻ്റെ പേരെന്താ? എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ. ശ്രദ്ധിച്ചോണം കേട്ടോ, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ. നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ഫങ്ഷൻസ് തരുമ്പോൾ കൂടെയുള്ള സെറ്റിനെയും കൂടി ഓർക്കുക. കാരണം ഫങ്ഷൻ സെയിം ആണ്, സെറ്റ് മാറുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ ആൻസറും മാറും, ഉറപ്പായിട്ടും മാറും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഫംഗ്ഷൻ്റെ പേരെന്താ? എക്സ് സ്ക്വയർ. സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഡൊമെയിനിലെ ഓരോ എലിമെൻറ്റുകളുടെയും സ്ക്വയർ എടുക്കുക. ഡൊമെയിൻ ആരാ? നാച്ചുറൽ നമ്പറാണ്. ആലോചിച്ചിട്ടാണ്, അതായത് നമ്മൾ ആലോചിച്ച് ജസ്റ്റിഫൈ ചെയ്ത ശേഷമാണ് അത് യെസ് ആണെന്നും നോ ആണെന്നും പ്രൂവ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഫംഗ്ഷൻ്റെ പേര് സ്ക്വയർ എന്നാണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഓരോ നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ സെയിം ആണോ വ്യത്യാസമായിരിക്കുമോ? ആലോചിക്ക്. ഓരോ നാച്ചുറൽ നമ്പർ ആയിരിക്കും നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 5 6 എവിടെ വരെ പോകും? 100 കഴിഞ്ഞ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഓരോന്നിൻ്റെയും സ്ക്വയർ വ്യത്യസ്തമായിരിക്കും, സെയിം ആയിരിക്കും? ഉറപ്പായിട്ടും പറയാം, വ്യത്യസ്തമായിരിക്കും. അപ്പം അങ്ങനെ വ്യത്യസ്തമാണ് എന്നതിൻ്റെ മീനിങ് വ്യത്യസ്തമായ ഇമേജ് ആണ് എന്നുള്ളതാണ്. ശരിയല്ലേ? സ്ക്വയർ കിട്ടുക എന്ന് പറഞ്ഞ മീനിങ് എന്താ? അത് ഇമേജ് കിട്ടുക എന്നുള്ളതാണ്. ഓരോ ഇമേജും വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണെങ്കിൽ കയ്യോടെ ഉറപ്പിക്കുന്നു, ദാറ്റ് ഈസ് 1 ഫംഗ്ഷൻ. ധാരണയായോ? ഈ 1 ഫംഗ്ഷൻ നമ്മളിങ്ങനെ മനക്കണക്കായിട്ട് ചെയ്ത് നോക്കി ഉറപ്പിച്ച ശേഷം നമ്മളത് എക്സാമിന് യെസ് എന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ് പറയാൻ പോണത്. നമ്മൾ ആദ്യമേ എടുക്കുക, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് 1 ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞെടുക്കുന്നു. എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ. യെസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെടുക്കും നമ്മൾ? എഫ് ഓഫ് എക്സ് 1 ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് 2. എന്താണ് എഫ് ഓഫ് എക്സ് 1? എക്സ് സ്ക്വയറിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് 1 ആയി. കണ്ടില്ലേ? എക്സ് 1 സ്ക്വയർ. അപ്പുറത്ത് എന്ത് കിട്ടും? എക്സ് 2വിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. എക്സ് 2 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എക്സ് 2 സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, ദാറ്റ് ഈസ് എക്സ് 1 ഇസിക്കൽ ടു എക്സ് 2. യെസ് എന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ്. സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് 1 ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് 2ലായിരിക്കുള്ളൂ. എന്നിട്ട് എൻഡ് ചെയ്യണം എവിടെ നിന്നറിയാമോ? എൻഡ് ചെയ്യണത് എക്സ് 1 ഇസിക്കൽ ടു എക്സ് 2 എന്ന്. എഫ് ഓഫ് എക്സ് 1 ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് 2 എന്നെടുത്ത ശേഷം ഓപ്പറേഷൻസ് ചെയ്ത് അതെന്തായിട്ട് മാറ്റുന്നു? അത് എക്സ് 1 ഇസിക്കൽ ടു എക്സ് 2 ആക്കി മാറ്റുന്നു. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയുന്ന കാര്യമാണ്, ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ. എന്ത് പറയാം നമുക്കതിനെ? ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ. ചെക്ക് ചെയ്യാം. ഓൺ ടു ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ പോയി നിൽക്കണം എന്നാ പറഞ്ഞേ? കോഡൊമൈനിൽ പോയി നിൽക്കണം. കോഡൊമൈൻ ആരാ? നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ആരൊക്കെയുണ്ട് നാച്ചുറൽ നമ്പർ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇമേജുകളാണോ? എന്താ ഇമേജുകളായിട്ട് ഇടുക? ഇവിടെ ഫംഗ്ഷൻ എന്താ? എക്സ് സ്ക്വയർ ആണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ് ഇമേജുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ആണെങ്കിൽ 1 ആണ് ഇതിൻ്റെ ഇമേജ്, 2 ആണെങ്കിലോ 4 ആണ് ഇമേജ്, 3 ആണെങ്കിലോ 9 ആണ് ഇമേജ്, 4 ആണെങ്കിലോ 16 ആണ് ഇമേജ്. അതെങ്ങനെ പോയിക്കൊണ്ട്? ശരിയല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ സെറ്റുകളാണ് കോഡൊമൈനിൽ വരുന്നത് അല്ലേ? നോക്കണം മക്കളെ, രണ്ടാമത്തെ സെറ്റ് ആരാ? നാച്ചുറൽ നമ്പറാണ്. ഈ നാച്ചുറൽ നമ്പറിലെ എല്ലാ എലിമെൻറ്റുകളും നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ എലിമെൻറ്റ് എഴുതാൻ പറ്റുമോ? 1 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാ? 4 ആണ്. അപ്പോൾ 2ഉം 3 അവിടെ പോയി. 2ഉം 3ഉം സ്ക്വയർ അല്ല. ശരിയല്ലേ? സ്ക്വയർ അല്ലെങ്കിൽ പറയുന്ന മീനിങ് എന്താ? അതൊരു ഇമേജ് അല്ല. 4 കഴിഞ്ഞാൽ വരുന്ന ആരാ? 9 ആണ്. അപ്പോൾ 9 ആണെങ്കിലും സംഭവിക്കും 4ൻ്റെയും 9ൻ്റെയും ആരൊക്കെയുണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. അതൊക്കെ എന്താ വരാഞ്ഞേ? അതൊന്നും സ്ക്വയേഴ്സ് അല്ല. ദാറ്റ് മീൻസ് ഇമേജുകളല്ല. അപ്പം നോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാം. നമ്മൾ എഴുതും 2, 3, 5 എക്സെട്ര ഇൻ കോഡൊമൈൻ ആർ നോട്ട് ദ ഇമേജസ് ഓഫ് any elements of its domain. Therefore, it is not onto. It is not onto. ഒരു ഫംഗ്ഷൻ 1 ഓൺ2ഉം അല്ലെങ്കിൽ ഇപ്പോൾ ആണ് ഒരു പ്രോബ്ലം ഓക്കെ അല്ലേ? ഇത് 1 ആണ്, പക്ഷെ എന്തല്ല
ഓൺ ടു അല്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചോളാം കേട്ടോ. ഫംഗ്ഷൻ്റെ പേര് f(x-2 by x-3). ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സെറ്റുകൾ നോക്കി. എഫ് ഫ്രോം എ ടു ബി ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പറിൽ നിന്നും 3 മൈനസ് ചെയ്യുന്നു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, നമുക്കൊരു ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ 1 ഓൺ 2 ആവണമെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്താ, എഫ് ഓഫ് എക്സിൻ്റെ പേര് x-2 by x-3 ആണ്. നിങ്ങൾ നോക്കിയടാ, എക്സിൻ്റെ പവർ 1 ആയിട്ട് വരുന്ന എല്ലാ ഫങ്ഷൻസും അത് 1 ആണ്. എക്സിൻ്റെ പവർ 1 ആയിട്ട് വരുന്ന എല്ലാ ഫങ്ഷൻസും 1 ആണ്. അത് ഓൺ 2 ആയിരിക്കും. നമ്മളതൊരു ധാരണ എപ്പോഴും വെച്ചുകൊള്ളണം. കാരണം പ്രോബ്ലം ചിലപ്പോൾ മറിച്ച് ചോദിക്കാം. x-2 പകരം x+1 by x+3 എന്ന് ചോദിക്കാം. അപ്പോൾ അത് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, ലോജിക്കലി നിങ്ങൾ മനസ്സിലാക്കുക. എക്സിൻ്റെ പവേഴ്സൊക്കെ അവിടെ 1 ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് 1 ആണെന്നും പറയാം, ഓൺ 2 ആണോ എന്നും പറയാം. നമുക്കത് ധാരണയുണ്ട്, പക്ഷേ എഴുതി പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ 6-3 കൊടുത്തേക്കുന്നത്? 3 കളയാൻ കാരണം എന്താ? ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? റാഷണൽ ഫംഗ്ഷനാണ്. ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. ശ്രദ്ധിക്കൂ, നമുക്ക് ഡിനോമിനേറ്ററിൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വരിക? 3 - 3 ആരാവും? 0 ആകും. എനി ടേം ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. ശരിയല്ലേ? നോട്ട് ഡിഫൈൻഡ്. ഈ നോട്ട് ഡിഫൈൻഡ് കണ്ടീഷൻ ഫംഗ്ഷൻസിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നോട്ട് ഡിഫൈൻഡ് ആകുന്ന ആ എലമെൻറ്റിനെ റിയൽ നമ്പറിൽ നിന്നും മൈനസ് ചെയ്തിട്ട് ആ സെറ്റിൻ്റെ പേരാണ് എന്ത് പറഞ്ഞേക്കണത്? എ എന്ന് പറഞ്ഞേക്കണത്. ധാരണയായോ എന്തുകൊണ്ട് എ പറഞ്ഞു എന്ന്? അതുപോലെ തന്നെയാണ് ബിയുടെ കേസും. ബിയുടെ കേസ് നമ്മൾ കുറച്ച് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇതൊരു ഡിഗ്രി 1 ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം 1 ആണ്, ഓൺ 2 ആണ്. അപ്പോൾ നമ്മൾ എഴുതി പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 എന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. നമുക്ക് x1 - 2 ഡിവൈഡഡ് ബൈ x1 - 3. അങ്ങനെയല്ലേ എഫ് ഓഫ് x1 എഴുതുന്നത്? എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് x1 കൊടുക്കുന്നു. x2 ആണെങ്കിലോ x2 - 2 ഡിവൈഡഡ് ബൈ x2 - 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടും x1 - 2 ഇൻറ്റു x2 - 3 ഈസ് ഈക്വൽ ടു x2 - 2 ഇൻറ്റു x1 - 3. കണ്ടോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കാം നമുക്ക്. x1 ഇൻറ്റു x2 നമുക്ക് പറയാം x1 x2 എന്ന് പറയാം. x1 ഇൻറ്റു -3 -3x1 എന്ന് പറയാം. -2 ഇൻറ്റു x2 -2x2 എന്ന് പറയാം. -2 ഇൻറ്റു -3 +6 ആണെന്ന് പറയാം. പറഞ്ഞൂടെ? കഴിഞ്ഞു. ഇനി അപ്പുറത്തോട്ട് പോകാം. ഇതേ പരിപാടി അപ്പുറത്തും ചെയ്യണം കേട്ടോ. x2 ഇൻറ്റു x1 നമുക്ക് x1 x2 എന്ന് പറഞ്ഞു എഴുതാം, കുഴപ്പമില്ല. x2 ഇൻറ്റു -3 -3x2 -2 ഇൻറ്റു x1 -2x1 -2 ഇൻറ്റു -3 +6 എന്ന് പറയാം. നോക്കിയേടാ, ഒരു ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കോമൺ ടേംസ് വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. x1 x2 ക്യാൻസൽ ചെയ്യുന്നു, കഴിയുമല്ലേ? 6 ക്യാൻസൽ ചെയ്യുന്നു, അപ്പം സെയിം ആണ്. ഇനി ആരൊക്കെയുണ്ട്? x1ൻ്റെ ടൈം ഉണ്ട്, x2ൻ്റെ ടൈം ഉണ്ട്. നമുക്കതൊന്ന് സോർട്ട് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? x1 = x2 എന്നാണ്. അപ്പം നമ്മൾ x1ൻ്റെ ടേംസിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകും, x2ൻ്റെ ടേംസിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം. നോക്കൂ, ഇവിടെ ഓൾറെഡി ആരുണ്ട്? -3x1 ഉണ്ട്. -2x1 ഇപ്പുറത്തെ ഒരു മാറാവും +2x1 ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു പറയൂ -3x2 ഓൾറെഡി അവിടെയുണ്ട്. -2x2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2x2 ആയിട്ട് മാറും. ശ്രദ്ധിച്ചേ, ഇനി നോക്കിയേ, -3 +2 -1 ആണ് അല്ലേ? അപ്പോൾ -x1 എന്ന് പറയാം. -3 +2 മൈനസ് ആണ്, അതും -x2. ഇനി ആ മൈനസും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ x1 = x2 എന്ന് പറയാം. Therefore എന്താണത്? ഇറ്റ് ഈസ് 1 ഫങ്ഷൻ. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെയാണ്. ഇനി ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ട്, ഓൺ ടു ആണ് എന്ന് നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള വളരെ
വിരളമായ പ്രോബ്ലങ്ങളിൽ ഒരെണ്ണമായതുകൊണ്ടാണ് നമ്മളിത് പ്രാക്ടീസിന് വേണ്ടി തന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫംഗ്ഷൻ നമ്മൾ ഒന്നും കൂടി എടുത്ത് എഴുതുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. എങ്ങനെയാണ് ഓൺ ടു ആണ് എന്ന് എഴുതേണ്ടത്? നമ്മൾ ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ എഫ് ഓഫ് എക്സിനെ വൈ എന്നങ്ങോട്ട് പേര് കൊടുക്കും. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്ന് പറയും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എന്ത് പേര് കൊടുത്തു? വൈ ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതി. ഇനി കുറച്ചങ്ങോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം എക്സ് ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് മാറും. എക്സ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് മാറും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ശ്രദ്ധിക്കുക, നമുക്ക് ചെയ്യാം. നമുക്ക് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഓർഡർ ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? വൈ ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ശരിയല്ലേ? ഇനി വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വൈ എക്സ് മൈനസ് 3y ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. നോക്കിയടാ, നമുക്ക് എന്താ വേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു എന്നാണ് വേണ്ടത്. അപ്പോൾ എന്ത് വേണം? എക്സിൻ്റെ ടേംസ് എല്ലാം ഇടത്തോട്ടും പോവുക. എക്സ് ഇല്ലാത്തവൻ, അങ്ങനെ പറയുള്ളൂ കേട്ടോ, എക്സ് ഇല്ലാത്തവൻ എല്ലാം എങ്ങോട്ട് പോകണം? റൈറ്റ് സൈഡിലേക്കും പോകണം. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എക്സ് ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എക്സ് ഇങ്ങോട്ട് വരണം വേണ്ടേ? വരണം. ഇനി എക്സ് ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു 3y അവിടെ കിടപ്പുണ്ട്, അവൻ എങ്ങോട്ടും പോകണം? അങ്ങോട്ടും പോകണം. എങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എക്സ് ഇസ് ഈക്വൽ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് എഴുതുന്നു. നോക്കൂ, ഓൾറെഡി ഒരു വൈ എക്സ് അവിടെ കിടപ്പുണ്ട്. പ്ലസ് എക്സ് ഇവിടെ വരുമ്പോൾ എന്താവും? മൈനസ് എക്സ് ആവും. ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് 3y, ഈ മൈനസ് 3y അപ്പുറത്തേക്കും വരാമോ? പ്ലസ് 3y ആകും മൈനസ് 2. ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പോസിറ്റീവ് ടൈം ആദ്യം എഴുതിയുള്ളൂ, മൈനസ് 2നെ മാറ്റി രണ്ടാമത് എഴുതി. എക്സ് കോമൺ ആണ് അല്ലേ? അപ്പോൾ എക്സ് കോമൺ ആയതുകൊണ്ട് എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ y മൈനസ് 1 എന്നാണ് കിട്ടുക. ശരിയാണോ? y മൈനസ് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ ആര് വരും? 3y മൈനസ് 2 വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് പോകും, ഡിവിഷൻ ആയിട്ട് അപ്പുറത്തോട്ട് പോകും. അതായത് 3y മൈനസ് 2 ഡിവൈഡഡ് ബൈ y മൈനസ് 1 എന്ന് പറഞ്ഞു വരും. കണ്ടില്ലേ? ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതിയ ശേഷം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് ഓൺ ടു എന്നായിട്ട് മാറി. എന്താ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമോ? ഫോർ ഓൾ y ബിലോങ്സ് ടു ബി ദെയർ ഈസ് എക്സ് ബിലോങ്സ് ടു എ. അതായത് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡൊമൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിളും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിളുമാണ്. നമ്മൾ കോഡൊമൈൻ എഴുതിയപ്പോൾ ശ്രദ്ധിച്ചു, നിങ്ങളറിയും കോഡൊമൈൻ എന്താ? ബി ആണ്. ബിയുടെ പേരെന്താണ്? ആറിൽ നിന്നും 1 കുറയ്ക്കുക, ഈ 1 മൈനസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് നിങ്ങൾ നോക്കിയേ. ബിയുടെ വേരിയബിളിൻ്റെ പേരെന്താ? വൈ ആണ് അല്ലേ? വൈക്ക് ഇവിടെ 1 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വരും? 1 വന്നു കഴിഞ്ഞാൽ 1 മൈനസ് 1 ആരായിട്ട് മാറും? 0 ആയിട്ട് മാറും. കണ്ടോ? 0 താഴെ നിന്ന് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ബുദ്ധിപൂർവ്വം റിയൽ നമ്പറിൽ നിന്നും ആരെടുത്ത് കളഞ്ഞേക്കണത്? 1 എടുത്ത് കളഞ്ഞേക്കണത്. ധാരണയായോ? ബി പറഞ്ഞപ്പം. അപ്പോൾ നമ്മൾ എഴുതി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ ഓൾ y ബിലോങ്സ് ടു ബി. ഈ y എന്ന് പറയുന്ന ഏത് എലമെൻറ്റ് നമ്മൾ കോഡൊമൈനിൽ കൊടുത്താലും തിരിച്ച് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അത് ആരുടെ എലമെൻ്റ് ആയിരിക്കും? എ എന്ന് പറയുന്ന ഡൊമൈൻ എലമെൻ്റ് ആയിരിക്കും. ദെർഫോർ ഇറ്റ് ഈസ് ഓൺ ടു. കണ്ടോ? ഈ 1 ഓൺ ടു ആവുന്ന ഫംഗ്ഷനെ നമ്മൾ 1 ഓൺ ടു എന്നും പറയും. വേറൊരു പേരുണ്ട്, അവൻ്റെ പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുക. എന്ത് ഫംഗ്ഷൻ എന്ന് പറയുക? ബൈജക്റ്റീവ്. ഒരു ഫംഗ്ഷൻ 1 ഓൺ ടൂം ആണെങ്കിൽ നമുക്ക് കയ്യോടെ പറയാം ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ എന്ന് പറയാം. എന്ത് പറയാം? ഇൻവെർട്ടിബിൾ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി തിങ് അത് 1 ഓൺ ടൂം ആയാൽ മതി. ഇനിയൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നത് അറിയാമോ? അതിൻ്റെ ഇൻവേഴ്സ് എഴുതാൻ വേണ്ടി പറയും. ഇൻവേഴ്സ് നമുക്ക് ഇൻവേഴ്സ് എഴുതാനായിട്ട് ദി ഇക്വേഷനാണ് വേണ്ടത്. ഇപ്പോൾ വരച്ചിട്ടില്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 3y മൈനസ് 2 ബൈ y മൈനസ് 1. അവിടെ നിന്നും നമ്മൾ ഇൻവേഴ്സ് എഴുതാൻ പോവുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചോ, ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 3y മൈനസ് 2 ബൈ y മൈനസ് 1. നമ്മൾ എക്സിനെ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുന്നു, പകരം എഴുതുന്നു. ഓക്കെ, എന്നിട്ട് റൈറ്റ് സൈഡിലെ y എല്ലാം എക്സ് ആക്കി മാറ്റുന്നു. അതായത് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇതാണെന്ത്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ധാരണയായോ?
അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 3y - 2 എന്ന് പറഞ്ഞെത്തുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുമാണ് ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷനെ കണ്ടുപിടിക്കുക. എക്സിന് പകരം നമ്മൾ പേര് പറയും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയും. 3y - 2 ഡിവൈഡ് ബൈ y - 1 പറയുമ്പോൾ വൈക്ക് പകരം എന്ത് കൊടുക്കണം? എക്സ് കൊടുക്കണം. ഓക്കെ ആണ് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം 1-1 on-2 ദാറ്റ് ഈസ് ബൈജക്റ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാണ് നമുക്കൊരു ഈ ഫംഗ്ഷൻസിനെ പറ്റി, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ പറ്റി നമുക്ക് അധികമായിട്ട് പറയാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ളത് കയ്യോടെ പറഞ്ഞു തന്നേക്കാം. നമ്മൾ എഴുത്ത് ശ്രദ്ധിച്ചോ, ജി ഓഫ് എഫ്, എഫ് ഓഫ് ജി എന്നൊക്കെ പറയുന്നത് ഓഫ്, ഈ ഓയിനെ ഓഫ് എന്ന് വായിക്കണം. ജി ഓഫ് എഫ്, എഫ് ഓഫ് ജി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാ ഒരു സെറ്റ് ഇവിടെയുണ്ട്, സെറ്റ് ഇവിടെയുണ്ട്, സെറ്റ് ഇവിടെയുണ്ട്. ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇതാണ് നമ്മളുടെ എന്ത് എഫ് എന്ന് പറയുക. ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് ജി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷനായിട്ട് എയിൽ നിന്നും സിയിലേക്ക് ഒരു ഫംഗ്ഷനെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവനെ പറയുന്ന പേരാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകും. ശരിക്കും മനസ്സിലാകണമെന്ന് അറിയാമോ? ജി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. നമ്മൾ ഈ എഴുത്ത് വായിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആ റെപ്രസെൻറ്റേഷൻ വായിക്കുക, ജി ഓഫ് എഫ്, ദാറ്റ് മീൻസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം എങ്ങനെ മനസ്സിലാക്കണം? ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ എഴുതുന്നു? വേറൊരു ഫംഗ്ഷനായിട്ടുള്ള എഫ് ഓഫ് എക്സിനെ എഴുതുന്നു. കണ്ടോ, ജി എന്ന് പറഞ്ഞ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ, പുറത്തിറങ്ങുന്ന പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്? പുറത്ത് വരുന്ന ഫംഗ്ഷനിൽ അതിൻ്റെ വേരിയബിളിൻ്റെ സ്ഥാനത്ത്, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏത് ഫംഗ്ഷൻ കൊടുക്കുന്നു? വേറൊരു ഫംഗ്ഷനായിട്ടുള്ള എഫ് ഓഫ് എക്സിനെ കൊടുക്കുന്നു. അങ്ങനെ വരുന്ന ആ റെപ്രസെൻറ്റേഷൻ, അപ്പോൾ ഒരു ഫംഗ്ഷനെ കിട്ടുക, അതിനെ പറയുന്ന പേരാണ് എന്ത്? ജി ഓഫ് എഫ് എന്ന് പറയുക. അതുപോലെ ഈ എഫ് ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്ത് പറഞ്ഞതുപോലെ തന്നെ എഴുതുക, എഫ് ഓഫ് ജി. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? എഫ് ഓഫ് ജി ഓഫ് എക്സ്. കണ്ടോ, എഫ് ഓഫ് ജി മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. എങ്ങനെ മനസ്സിലാക്കണം? പുറമെയുള്ള ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സ് ആണ് ശരിക്കും വരേണ്ടത്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഈ എക്സിന്റെ സ്ഥാനത്താണ് ആര് വന്നേക്കണത്? ജി ഓഫ് എക്സ് വന്നേക്കണത്. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇതിനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് കാണിക്കുന്നു. രണ്ട് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ പേരെന്താ? എഫ് ഓഫ് എക്സിന്റെ പേര് കോസ് എക്സ് എന്നും ജി ഓഫ് എക്സിന്റെ പേര് 3x² എന്നും. കണ്ടുപിടിക്കേണ്ടത് നോക്കാട്ടോ, എഫ് ഓഫ് ജി കാണണം. അപ്പം ഇതിങ്ങനെ കടന്നോട്ടെ, എഫ് ഓഫ് ജി കാണണം. അപ്പോൾ എഫ് ഓഫ് ജി എങ്ങനെ പറയണമെന്നാണ് പറഞ്ഞത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയണം, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് ആരാ? കോസ് എക്സ് ആണ്. അവിടെ എക്സിന് പകരം ആരെഴുതണം? 3x² എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാമോ? കോസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എക്സിന് പകരം 3x² എഴുതുന്നു. അതാണ് നമ്മളുടെ എഫ് ഓഫ് ജി എന്ന് പറയുന്ന എഫ് ഓഫ് ജി ഓഫ് എക്സ്. ക്ലിയർ ആണോ? അതുപോലൊരു സംഭവമാണ് ജി ഓഫ് എഫ് എന്ന് പറയുക. ജി ഓഫ് എഫ് നമ്മൾ ആ എഴുത്ത് പറയുന്ന പോലെ തന്നെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയണം. ശ്രദ്ധിച്ചേ, അപ്പോൾ നമുക്കിവിടെ ആരൊക്കെയുണ്ട്? ജി ഓഫ് എഫ് ഉണ്ട് ഇവിടെ അല്ലേ? ശരിയല്ലേ? ജി ഓഫ് എഫ് ഉണ്ട്. എന്താണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും? എഫ് ഓഫ് എക്സ് കോസ് എക്സും ജി ഓഫ് എക്സ് 3x². ഒന്ന് ശ്രദ്ധിച്ചാൽ 3 ഓഫ് എക്സിൽ നമുക്ക് എവിടെയാണ് നമുക്ക് എക്സ് ഉള്ളത്? x² എന്ന് വരുന്ന ഭാഗത്ത്. ഓക്കെ, എക്സിന് പകരം ഞാൻ വട്ടം ഇടുകയാണ് കേട്ടോ. എക്സിന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? കംപ്ലീറ്റ് ആയിട്ട് കോസ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മളുടെ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സ് ഞാൻ വട്ടം വരച്ചു, ആ എക്സിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോസ് എക്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാമോ? 3 എഴുതി, ഇനി എക്സ് എഴുതണം അല്ലേ? അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? കോസ് എക്സ് എഴുതുന്നു. ദാറ്റ് മീൻസ് എക്സിന് സ്ക്വയർ ഉള്ളത് കൊണ്ട് ആ കോസ് എക്സ് എഴുതിയിട്ട് ഹോൾ സ്ക്വയർ ഇട്ടു. അതായത് 3 കോസ് സ്ക്വയർ എക്സ് എന്നുള്ളതാണ് അവിടുത്തെ ജി ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. പ്രതം കിട്ടിയോ? ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷനെ പറ്റി നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്നുള്ളൂ. വെറുതെ നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ട രീതി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ
ഈ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ റിലേഷൻസിൻ്റെ ടൈപ്സിനെ പറ്റി പഠിച്ചു. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, യെസ്സും നോവും എഴുതാനുള്ള രീതികളൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. ഈക്വലൻസ് ആണോ നോക്കാൻ പഠിച്ചായിരുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താ, ഫങ്ഷൻസിനെ പറ്റി പഠിച്ചു. ഫങ്ഷൻസ് ടൈപ്സ് തന്നെയാണ്, 1 ഉണ്ട്, ഓൺ 2 ഉണ്ട്. നോ എന്ന് എഴുതാൻ എക്സാമ്പിൾ മതി. യെസ് എന്ന് എഴുതാനായിട്ടാണെങ്കിലോ, യെസ് എന്ന് എഴുതാനായിട്ടാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, 1 ആണെങ്കിൽ എഫ് ഓഫ് x1 = എഫ് ഓഫ് x2, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ x1 = x2 എത്തണം. ഇനി നമ്മൾ ഓൺ 2 ആണെങ്കിലോ, തൊട്ടുമുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ നമ്മൾ y = എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയ ശേഷം സിംപ്ലിഫിക്കേഷൻ ചെയ്ത് x ഇൻ ടേംസ് ഓഫ് y എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഫിനിഷ് ചെയ്യുന്നു. ഫോർ ഓൾ y ബിലോങ്സ് ടു ദ കോഡൊമെയിൻ ദർ ഇസ് x ബിലോങ്സ് ടു ദി ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ഇനി ഞാനൊരു എക്സ്ട്രാ ഒരു കേസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ നോക്കിയേ. ഈ ഫംഗ്ഷൻ ഞാനൊന്ന് സൈഡിൽ എഴുതാൻ പോവുകയാണ് കേട്ടോ. സൈഡിൽ എഴുതാൻ പോവുകയാണ്. ഒരു എക്സ്ട്രാ വരുന്ന കേസാണ്. ഇൻ കേസ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത് നാച്ചുറൽ നമ്പറിന് പകരം z to z ആണെന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ്റെ പേര് എന്ത് തന്നെയാണ്, എഫ് ഓഫ് എക്സ് = x². അപ്പം 1 നമുക്ക് നാച്ചുറൽ നമ്പർ എടുത്തപ്പോൾ യെസ് ആണെന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുമോ നോക്കാം. ഇൻറ്റീജറാണ്. ഇൻറ്റീജർ നോക്കിയാടാ, നമുക്ക് എവിടെ മുതൽ എവിടെ വരെയുണ്ട്, -∞ മുതൽ +∞ വരെയുണ്ട്. ശ്രദ്ധിച്ച് ഒരു കാര്യം പറയുന്നത് നിർത്താൻ പോവുകയാണ്. എല്ലാ ഇൻറ്റീജേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കുമോ? ആലോചിച്ച് നോക്കൂ. എല്ലാ ഇൻറ്റീജേഴ്സും നെഗറ്റീവ് ടൈം വരും, പോസിറ്റീവ് ടൈം വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആണോ? അല്ല. കാരണം എന്താ, -1ൻ്റെ സ്ക്വയറും 1ൻ്റെ സ്ക്വയറും സെയിം ആണ്, ശരിയല്ലേ, 1 തന്നെയാണ്. -2ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും സെയിം ആണ്, 4 ആണ്. കണ്ടോ, രണ്ട് വ്യത്യസ്തങ്ങളായ എലമെൻറ്റുകൾക്ക്, ഡൊമൈനിലെ എലമെൻറ്റുകൾക്ക് സെയിം ഇമേജ് കിട്ടി. അതായത് എഫ് ഓഫ് -1 = എഫ് ഓഫ് 1 = 1, എഫ് ഓഫ് -2 = എഫ് ഓഫ് 2 = 4. അങ്ങനെ കണ്ടില്ലേ, സെയിം ഇമേജ് കിട്ടി വ്യത്യസ്തമായ എലമെൻറ്റുകൾക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പെർട്ടിക്കുലർ കേസിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് നോട്ട് 1 എന്ന് പറയും. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ചില ഫംഗ്ഷൻസിൽ സെറ്റ് മാറുന്നതനുസരിച്ച് നാച്ചുറൽ നമ്പറിൽ നിന്നും ഇൻറ്റീജേഴ്സ് മാറിക്കഴിഞ്ഞപ്പോൾ അത് 1 എല്ലാണ്ടായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് തരുന്ന മോഡലുകളിലെ സെറ്റുകൾ അടിപൊളിയായിട്ട് നോക്കുക കേട്ടോ. ഓക്കെയാണ് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ, പെർഫെക്റ്റ് അല്ലേ?